അവിടെ ഉണ്ടാകുന്ന രംഗത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇരിക്കും പോകണം വൃന്ദാവനത്തിൽ എന്ന് പറയും ഇല്ലേ? എന്തുകൊണ്ടാണ്? അവിടെ പോയിട്ടോ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. സത്യത്തെ അങ്ങനെയാണ്. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വൃന്ദാവനത്തിൽ പോയപ്പോൾ കുറേ പേര് എൻ്റെ കൂടെ ഒരുമിച്ച് വന്നു. എന്നിട്ട് തിരുമേനി ഇവിടെ മുമ്പേ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അല്ല, അങ്ങനെയല്ല, ഇതൊക്കെ തിരുമേനി എപ്പോഴും പറയാറുണ്ടല്ലോ എന്ന് അപ്പോൾ പറഞ്ഞത്. ഭാഗവത സപ്താഹത്തിൽ പറയാം. ഞാൻ പറഞ്ഞു അതാണ് ഇതിൻ്റെ യോഗ്യത. നമുക്ക് മനക്കണ്ണാലെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അപ്പോഴവിടെ മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്താൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ പല ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഗംഗാനദി സമുദ്രത്തിലേക്ക് കുതിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ഒഴുകുകയാണെങ്കിൽ അവിടുത്തെ ഒരു ശരീരത്തിൻ്റെ ഒന്നും പ്രതിസന്ധി ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ മനസ്സുകളിലെത്തി ഭഗവാനിലേക്ക് എത്തി. രുക്മിണി ദേവിയുടെ മനസ്സും എത്തി, ശ്രീകൃഷ്ണനിലേക്ക് എത്തി. എങ്ങനെയാണ് എത്തിയത്? ഈ കഥകൾ കേട്ടിട്ട്, ഭഗവാന്റെ കഥകൾ കേട്ടിട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കഥകൾ കേൾക്കണം. ഈ കഥകൾ കേട്ടാൽ നമുക്ക് ഈ കേട്ട സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അനുഭൂതി ഉണ്ടാവുമെന്ന് മാത്രമല്ല, നമ്മളിത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ബദരി നാരായണനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അവിടെയുള്ള രംഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ജീവിതത്തിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ അവിടെയൊക്കെ തൊഴുത ഫലം കിട്ടുന്ന ഒരു പുണ്യ സങ്കേതമാണ് ബദരി നാരായണ ആശ്രമം. 11,000-ഓളം അടി ഉയരത്തിലുള്ളത്. അവിടെ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാരതത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ പോകേണ്ടതാണെന്ന് ഭാഗവതത്തിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ത്യാഗം ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് പോകണം തോന്നുന്നു, മനസ്സോടെ എത്തും. അപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതുപോലെ ഭഗവാനിലേക്ക് കേട്ടിട്ട് മനസ്സെത്തുക. നമ്മളിപ്പോൾ ഈ ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കിയത്, ഇതൊക്കെ ഞാനെങ്ങനെ മനസ്സിലാക്കിയത്? കഥകൾ കേട്ടിട്ടാണ് അല്ലേ? പല മഹാത്മാക്കളിൽ നിന്നും കേട്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ എല്ലാം പോയിട്ട് കണ്ടിട്ടില്ല. എന്നിട്ടായിരിക്കും പലപ്പോഴും കാണുന്നത്. ഈ രംഗം രുക്മിണി ദേവിക്കുണ്ടായി. അവർ മനസ്സിൽ ഉറപ്പിച്ചു. എന്താണ്? ഇതിനൊന്നും ആലോചിക്കാനില്ല. എൻ്റെ ജീവിതത്തിൽ ഒരാൾ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ, പണ്ട് പറയുന്നത് കൈ പിടിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നെ കൈ പിടിക്കുന്നുണ്ടെങ്കിൽ അതാരാവണം? ശ്രീകൃഷ്ണ ഭഗവാനാവണം. മനസ്സുകൊണ്ട് സ്വയം ഭരിച്ചു. ഇങ്ങനെ ഭരിക്കാറുണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ഭരിക്കുക. എൻ്റെ ഗുരുവായൂരപ്പാന്ന് പറയും. അതുപോലെ അമ്പലത്തിലൊക്കെ വന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക? എൻ്റെ ഗുരുവായൂരപ്പാന്ന്. എൻ്റെ മാത്രം എന്ന് പറയാതിരുന്നാൽ മതി കേട്ടോ. എൻ്റെ ഗുരുവായൂരപ്പാന്ന് പറയും. തൊട്ടടുത്താൾ പറയുന്നു എൻ്റെ ഗുരുവായൂരപ്പ അല്ലേ? ഇതുപോലെ മനസ്സുകൊണ്ട് സ്വയം ഭരിച്ചു രുക്മിണി ദേവി എന്നാണ് പറഞ്ഞത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ വിവരം ആരറിയുന്നു? നമ്മുടെ രുക്മി അറിയുന്നുണ്ട്. ഈ ഇവളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ശാസ്ത്രം നടക്കാൻ പോകുന്ന കാര്യമില്ല, അവളല്ലോ തീരുമാനിക്കേണ്ടത്, ഞാനല്ലോ. അന്നത്തെ കാലഘട്ടമാണ്. അച്ഛനൊരു ദിവസം പറഞ്ഞു, വിവാഹ കാര്യമൊക്കെ ആയിട്ട് സമയമില്ലേ, നമുക്ക് ഇവരുടെ വിവാഹം കൃഷ്ണനുമായിട്ട് ആലോചിക്കണം, എന്താ വേണ്ടത്, ഞാൻ ആളെ വിടട്ടെ, ദൂതന്മാരെ വിടട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, വയസ്സുകാലത്ത് കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞ് കുടുംബം ആഗ്രഹമുണ്ടെന്ന് മിണ്ടാതിരുന്നത് ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞു. പ്രായമായി അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചതൊന്നുമില്ലേ, ഉണ്ടാതിരുന്നുള്ളൂ. പിന്നെ കൂടുതൽ മൂന്നിന്ന് വാങ്ങിച്ച ആയുസാണ് കുറച്ച് കാലത്തേക്ക്. എന്താ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞില്ലേ? എന്നാൽ കിട്ടിയാൽ കഴിച്ചു മിണ്ടാറ് മൂടുത്താൽ അങ്ങനെ അവിടെ ഇരിക്കും. ഇതൊന്നും പറയാൻ വകുപ്പില്ല. പറഞ്ഞാൽ പിന്നെ കൊട്ടാരത്ത് കഴിയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തീരുമാനം എടുത്തു. ദൈവം പറഞ്ഞു, ഒരു ദിവസം മുതൽ പറഞ്ഞ അച്ഛനെന്താ പറഞ്ഞത്? അല്ലേ, കൃഷ്ണന് വിവാഹം ചെയ്ത് കൊടുക്കണം, പശുപാലന് വിവാഹം ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞു അല്ലേ? ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്, പേര് ശിശുപാലൻ എന്ന് പറഞ്ഞു. പകുതി ശരിയായി, ശിശുപാലനാണ്. എന്താ കൃഷ്ണൻ എന്താ യോഗ്യത? കൃഷ്ണന് കാരാഗ്രഹത്തിൽ ജനിക്കുമ്പോൾ 4 കൈയ്യുണ്ട്. ചതുർഭുജാമതിലുള്ളത്. ഈ ശിശുപാലനം ജനിക്കുമ്പോൾ 4 കൈയ്യുണ്ട്. അത് സത്യം കേട്ടോ, ആ പറഞ്ഞതാണ് സത്യം. ബ്രഹ്മഘോഷ പുത്രനാണ് ശിശുപാലൻ. 4 കൈയ്യുണ്ടായിരുന്നു. സാധാരണക്കാരൊരു 4, ഇപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ഈ 4 കൈയോട് കൂടിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ, അനേകം കൈകളോടുകൂടി കാണുമ്പോൾ ഒരു നല്ല സന്തോഷമല്ലേ ഉണ്ടാവുക. സാധാരണക്കാരൊരു ചെറിയ കുട്ടിക്ക് 4 കൈയായിട്ട് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് എന്തായിരിക്കും അവസ്ഥ? ഇതുപോലുള്ള അവസ്ഥയിൽ അവിടെയുള്ളവരൊക്കെ പരിഭ്രമിച്ചുകയല്ലേ, എന്തായാലും 4 കൈയൊക്കെ ആയിട്ടൊന്നും അല്ലേ? കൃഷ്ണൻ 4 കൈയായി അത് ഇവർക്ക് അറിയില്ല. പക്ഷെ എന്നിട്ടും ഇവർക്ക് പരിഭ്രമായി. അപ്പോഴേ പറഞ്ഞു, അങ്ങനെ അയ്യോ പ്രശ്നമില്ല, ഇയാളുടെ ആരാണോ അന്തകൻ, ഇയാളെ ആരാണോ കൊല്ലുക, ആ കൊല്ലുന്ന ആളെ എപ്പോഴും അതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ 2 കൈ പോകും, പാകാവുന്നു പറയും. എന്നാൽ പിന്നെ കൊല്ലുന്ന ആളെ വേഗം കാണണ്ടേ എന്നുള്ളത്, കാരണം ആരാണ് കൊല്ലുക എന്ന് അറിയാലോ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ട് ഇരത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണൻ ഒരു ദിവസം കയറി വന്നപ്പോൾ, കുട്ടിയുടെ എൻ്റെ കൃഷ്ണ വന്നിട്ട് നിലവിളിക്കാണ്. കുട്ടിയെ കണ്ടിട്ടില്ല, കാരണം ഈ പ്രശ്നം വെച്ച കഥ അറിയേ. അപ്പോഴത്തന്നെ 4 കൈയ്യൊക്കെ പോയി, അല്ല 2 കൈ പോയി, ബാക്കി 2 ബാക്കിയുണ്ട്. അപ്പം എന്താ ഈ പാകായി എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് ഇപ്പം എടുക്കാനായിട്ട് ശിശുപാലൻ 2 കൈയിൽ തൊഴിലാസം കഴിച്ച് നടക്കുന്നത്. 4 കൈയിലായിരുന്നു എന്തായിരുന്നു അവസ്ഥ എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ശിശുപാലനുമായിട്ടുള്ള ബന്ധത്തിൽ വിവാഹം നിശ്ചയിച്ചു. ശിശുപാലനായിട്ട് ഉറപ്പിച്ചു.
അച്ഛനെ സംബന്ധിച്ചേ പറ്റുള്ളൂ. വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു, തീയതി നിശ്ചയിച്ചു. ദഹനക്കാരൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്നവരെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താ പറയാൻ എനിക്കറിയില്ല. അവരൊക്കെ ഏർപ്പാട് ചെയ്തു. പന്തലുകൾ, പായസം, 4 കുട്ടപ്പരിപ്പ് പ്രഥമൻ, ഇതൊക്കെയാണ് വേണ്ടത്. ഏർപ്പാടുകൾ ഒരുക്കങ്ങൾ ചെയ്തു. നാട്ടിലുള്ള മുഴുവൻ രാജാക്കന്മാർക്കും ക്ഷണം ചൊല്ലി അയച്ചു ദൂതൻ മുഖാന്തരം. ഒഴികെ ദ്വാരക പറഞ്ഞ് ദ്വാരകയിൽ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ക്ഷണം ചൊല്ലി അയച്ചു. കൃഷ്ണന് വിവരം അറിഞ്ഞൊന്നും അറിയില്ല. പക്ഷെ കൃഷ്ണൻ കുറേ കാലമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വസുദേവരൊക്കെ ഉണ്ടല്ലോ, അറിയാലൊക്കെ കഥകൾ. ദ്വാരകയിൽ വസുദേവ ദേവകിയൊക്കെയായിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. അവിടെ വെച്ചിട്ട് ഈ നാരദ മഹർഷി രുക്മിണിയെക്കുറിച്ച് മഹാലക്ഷ്മി തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, എന്തൊരു തേജസ്സാണ്, എന്തൊരു സത്സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് നാരദരിങ്ങനെ ഇടയ്ക്കൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് ഒച്ചത്തിൽ പറയും കൃഷ്ണനെ മുകളിലാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ നാരദരാണിത് ശരിക്കും പറഞ്ഞാൽ കൂട്ടി യോജിപ്പിച്ചത്. ഏജന്റ് നാരദനാണ്. അപ്പൊ അദ്ദേഹം ഈ വിവരമൊക്കെ പറഞ്ഞിട്ട് ഈ കൃഷ്ണനും ഉള്ളാലിത് കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പുറത്തൊന്നും കാണിച്ചില്ല. ദ്വാരകാധീശം ഭരണാധികാരി ഇങ്ങനെ ചാബല്യത്തിന് അടിമപ്പെടാൻ പാടില്ലല്ലോ എന്നുള്ളതൊക്കെ സമയമൊക്കെ വരട്ടെ, അതൊക്കെ ഞാൻ സങ്കല്പിച്ചാൽ മതിയല്ലോ എന്നുള്ളതൊക്കെ എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ആ രീതിയിലൊക്കെ ഞാൻ സംസാരിക്കുക. ഇങ്ങനെ രുക്മിണിയെ കുറിച്ച് പറയുമ്പോൾ വസുദേവനെ നോക്കും, നാരദ പറയുന്നത് കേൾക്കുന്നുണ്ടോ കൃഷ്ണൻ എന്നുള്ളതൊക്കെ എനിക്കിതൊന്നും താല്പര്യമില്ല എന്നുള്ളത് ഇറങ്ങി പോവുകയും ചെയ്യും. ഒരു പുറത്തോടൊന്നും കേൾക്കുമെന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ കൃഷ്ണന്റെ മനസ്സും രുക്മിണിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയത്താണ് വിവാഹം നിശ്ചയിച്ചത്. പക്ഷേ രുക്മിണി വിവരം അറിഞ്ഞതോട് കൂടിയിട്ട് വല്ലാത്തൊരു വിഷമമായി. കാരണം കൃഷ്ണനെ കുറിച്ച് അറിയില്ല, ഉള്ളിൽ കേട്ടിട്ടേ ഉള്ളൂ. നമുക്ക് ഈ എൻ്റെ ആഗ്രഹം പോലും അവിടെ എത്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം ഞാൻ ഗുരുവായൂരിൽ എത്തിക്കാൻ ഏജന്റ് മുഖാന്തരമാണ്. അല്ല, നമ്മൾ നേരിട്ട് മനസ്സും തമ്മിൽ സംവേദിക്കണം അല്ലേ? ഹൃദയത്തിലേക്ക് ഭഗവാനെ ആവാഹിച്ചെടുക്കണം. ശ്രീ ഗുരുവായൂരപ്പനെ ഹൃദയത്തിലേക്ക് പാതാലേശം അനിശം ഹൃദിഭാവയാമെന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഇദ്ദേഹത്തെ ഈ രുക്മിണി വിഷമത്തിലായി, ഭീഷ്മക മഹാരാജാവും വിഷമത്തിലായി. എന്താ ചെയ്യാം? നമ്മുടെ യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രുക്മിണി ഒരു മനസ്സിലൊന്ന് ഉറപ്പിച്ച് കുലഭരദേവതയുണ്ട്. ഭരദേവത എന്ന് പറയും, ഒന്ന് തന്നെയാണ്. ഭരദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ആവാം. ആ കുലത്തിൻ്റെ പരമാധികാരിയാകണം, അതായിരിക്കും. അത് ചിലപ്പോൾ സുബ്രഹ്മണ്യനായിരിക്കാം, ചിലപ്പോൾ ഗണപതിയായിരിക്കാം, പെരുമാളായിരിക്കാം. പെരുമാൾ എന്ന് പറഞ്ഞാൽ പലത് വിഷ്ണു ആവാം, ശിവൻ അവർക്ക് ആവാം. അപ്പം അങ്ങനെയുള്ള കുലത്തെ ഭരിക്കുന്ന ഭരദേവത ഈ കൊട്ടാരത്തിൽ ആരാണ്? സ്വയംവര പാർവതിയോട് കൂടിയിട്ട് മഹാദേവനോട് കൂടിയിട്ട് സുബ്രഹ്മണ്യനും ഗണപതിയൊക്കെ ആയിട്ട് ഒരു കുടുംബ ക്ഷേത്രമുണ്ട്, കൊട്ടാരത്തിലെ ക്ഷേത്രം. അപ്പം നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പത്മനാഭനാണ് അവരുടെ കുലഭരദേവൻ. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഞാനാണെന്നില്ലല്ലോ, അതാണ് ഇവിടെ പറഞ്ഞത്. അവിടെ ചെന്നും പ്രാർത്ഥിക്കും. ഈ കുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഐശ്വര്യങ്ങളും ചെയ്യാനാണ് ആ പ്രതിഷ്ഠിച്ച് ദേവിക്ക് പൂജയൊക്കെ നടത്തുന്നത്, മഹാദേവന് പൂജയൊക്കെ ചെയ്യുന്നത്. അവിടെ ചെന്നും പ്രാർത്ഥിച്ചു കൊടുത്തിരിക്കും, അമ്മേ ആ ശിശുപാലനെ കേൾപ്പിക്കാൻ അനുവദിക്കുക, കൃഷ്ണനെ സ്വീകരിക്കണമെന്നിങ്ങനെ പ്രാർത്ഥിച്ചു വരും. പക്ഷെ ഒരു ദിവസം, ഒരു 3 ദിവസമേ ബാക്കി വിവാഹത്തിന്റെ തീയതി കമാറായി. അന്ന് ഈ രുക്മിണി ദേവി ആ നടയിൽ ചെന്നിട്ട് ഉള്ളിലേക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അമ്മേ കൃഷ്ണൻ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ജീവൻ ഉപേക്ഷിക്കും അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന രംഗം. അത് കുറച്ച് ഉച്ചത്തിലായിപ്പോയി. ചിലപ്പോഴാണെങ്കിലും ഉണ്ടാവും, അമ്പലത്തിലല്ലേ. അപ്പോഴൊരു ബ്രാഹ്മണൻ അവിടുന്ന് ജപിച്ച് നമസ്കരിച്ചിട്ട് ഇറങ്ങി പോകാൻ നോക്കുന്നുണ്ടായിരുന്നു. ഒരു സുന്ദര ബ്രാഹ്മണൻ, അത്രയേ ഉള്ളൂ പറയുന്നുള്ളൂ. അദ്ദേഹം ഈ ദുർഗാദേവിയെ കുറേ രാവിലെ എഴുന്നേറ്റ് ഭജിക്കുകയാണ്. ദുർഗാദേവിയും ശരണമഹം പ്രപദ്യേ, ദുർഗാദേവിയും ശരണമഹം പ്രപദ്യേ എന്ന് ജപിച്ച് ഒക്കെ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് നമസ്കാരം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത് കേട്ടു, ഈ ജീവൻ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആവേശമായിട്ട് ഇങ്ങനെയാണ്. പിന്നെ അപ്പോഴത്തന്നെ അദ്ദേഹം തീർത്ഥപ്രസാദത്തിൽ പുറത്തേക്ക് പോയി, ഗോപുരത്തിന് പുറത്തു നിന്നു. അതായത് ഇന്നത്തെ പോലെ അമ്പലത്തിനുള്ളിൽ വെച്ച് അടിപൊളി കൂടുക വർത്തമാനം പറയുന്ന സമ്പ്രദായം അന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ശബ്ദം നാമോച്ചാരണത്തിൽ മാത്രമാണ് പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഈ രുക്മിണി നിലവിളിയൊക്കെ കഴിഞ്ഞ് നല്ല പുറത്തേക്ക് വരുന്നു. കുലവധൂക്കൾ അന്നത്തെ കാലത്ത് എന്താ പറയുക, ഇങ്ങനെ നോക്കുന്ന സമ്പ്രദായം ഒന്നുമില്ല. ഇനി വൃന്ദാവനത്തിൽ എപ്പോഴും പോകുമ്പോഴും നോക്കിക്കോളൂ, അവിടെയുള്ള അമ്മമാരൊക്കെ അവിടുത്തെ അമ്മമാർ കേട്ടോ, പരിചയമുള്ള അവിടുത്തെ വൃന്ദാവനത്തിലെ പ്രജസ്ത്രീകളായിട്ടുള്ള അമ്മമാരൊക്കെ ഈ സാരിത്തര കൂടിനെ മൂടിയിട്ടാണ് ഉണ്ടാവും. മുഖപടത്തോടുകൂടി അവർ ഇപ്പോഴും സഞ്ചരിക്കുന്നത്. ഈ വർഷങ്ങൾ 5127 കഴിഞ്ഞിട്ടും ഇങ്ങനെയാണ് മാത്രം. അപ്പോൾ അന്നത്തെ സമ്പ്രദായങ്ങൾ വിവാഹം കഴിഞ്ഞവർ ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാത്ത സ്ത്രീകൾക്കൊന്നും പതിവേയില്ല. അപ്പോൾ ഈ രുക്മിണിയൊന്നും നോക്കാതെ നടന്നു പോകുമ്പോൾ അദ്ദേഹം വിളിച്ചു, കുട്ടി ഒന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. നീ എവിടെയാണ്? ഞാൻ
കൊട്ടാരത്തിൽ ഭീഷ്മകുമാരൻ പേര് നീ എന്താ നേരത്തെ ദേവിയുടെ ഒന്നും ജീവൻ ഉപേക്ഷിക്കുന്നത് പറഞ്ഞ് എല്ലാം ദുഃഖിതയായിട്ട് കഴിയുമെന്താ ചോദിച്ചപ്പോൾ വീണ്ടും പൊട്ടിക്കഴിഞ്ഞു, ഒന്നും പറയാൻ പറ്റുന്നില്ല. കൊട്ടാരത്തിലേക്ക് വരും, ഞാൻ പറയാൻ മാത്രം പറഞ്ഞു. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം പിന്നെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ഭീഷ്മ മഹാരാജുമായിട്ട് സംസാരിച്ചപ്പോൾ ക്ഷേത്രത്തിൽ നേരത്തെ പോയി, ഇപ്പോഴും മുകളിൽ കിടക്കുകയാണ്, ഭക്ഷണവും കഴിക്കില്ല. ഒരു ദിവസമായിട്ട് അങ്ങനെയാണ്. ഇവരുടെ വിവാഹം മൊത്തമകൻ നിശ്ചയിച്ചിട്ടുണ്ട്, മറ്റന്നാളാണ് വിവാഹം എന്നാണ് പറഞ്ഞത്. ആ വിഷമമാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം രുക്മിണിയെ കാണുന്നു. കാര്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി നേരത്തെ അമ്പലത്തിൽ വെച്ച് രണ്ടാളാണ്. അപ്പോൾ അന്നേ അമ്പലമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ. പൂജയും അമ്പലവും തിരുമേനിയും ആരാധനയൊക്കെ അടുത്ത കാലത്ത് ബ്രാഹ്മണിക്കൽ അതിൻ്റെയായിട്ട് വന്നതല്ല. ഏത് ദ്വാപരയുഗത്തിലുള്ള ആരാധനാ സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നു. ഇനി ത്രേതായുഗത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയമില്ല. ഉണ്ടെങ്കിലാണ് രാമേശ്വരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി പൂജ നടത്തി പ്രദക്ഷിണം ചെയ്ത് അഭിഷേകം ചെയ്തിട്ടാണ് രാമൻ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പുറപ്പെട്ടത്. എന്നിട്ടും പറയും ക്ഷേത്രങ്ങളൊക്കെ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഓരോ അല്ലേ ഇസങ്ങൾ വന്നതിന് ശേഷം എല്ലാ ക്ഷേത്രങ്ങൾ ഉണ്ടായതെന്ന് അർത്ഥം. അന്നേ ഉള്ളതാണ്. ഇവിടെ ഒന്നുമില്ല ഒരു തിരിച്ചറിയാം. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എങ്ങനെയാണ് ഭഗവാൻ ഇതെങ്ങനെ അറിയിച്ചാൽ മതി, ബാക്കി എനിക്ക് ജീവൻ ഉപേക്ഷിച്ചാലൊന്നുമില്ല. അറിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം. നമ്മുടെ അപേക്ഷ ഇവിടെ എത്തിക്കണം, ഭഗവാനിലേക്ക് നേരിട്ട് എത്തിക്കണം. അത് സാധിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്നാൽ കഴിയുന്ന സഹായം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെന്തോ ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് രാമനെയും സീതയെയും യോജിപ്പിക്കാൻ പറ്റാത്ത വാൽമീകിയുടെ ആത്മാവാണ് ഈ ഒരു ബ്രാഹ്മണനായിട്ട് വന്നതെന്നാണ് പറയുന്നത്. പറഞ്ഞു എന്താ വേണ്ടതെന്ന് പറയുന്നു. എന്നാൽ ഞാൻ പറഞ്ഞാൽ എന്തെല്ലാം ഏർപ്പാടാക്കാം. നാളെ രാവിലെ തന്നെ പോകും. ഇന്നിപ്പോൾ വൈകിയാണ്, രാവിലെ ഞാൻ ദ്വാരകയിലേക്ക് പോകാൻ അച്ഛനുമായിട്ട് ആലോചിച്ചിട്ട് ഏർപ്പാടാക്കാൻ പോകും. ഞാൻ ചെന്നിട്ട് എന്താ പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഒന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഇപ്പോഴെ തന്നെ പ്രായത്തിൻ്റെ പറയേണ്ട കാര്യങ്ങൾ എഴുതി തന്നോളൂ പറഞ്ഞു. അങ്ങനെയാണ് രുക്മിണി ദേവി ഒരു എഴുത്ത് കൊടുത്തയച്ചത്. ഈ എഴുത്ത് കൊടുക്കുന്ന സമ്പ്രദായം പണ്ടേ ഉള്ളു. ആർക്കും ഇല്ലേ അങ്ങനൊന്നുമില്ലല്ലോ. പണ്ട് ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം. പണ്ട് ഈ കല്യാണം ആവാറായ പെൺകുട്ടി എഴുത്ത് കൊടുത്തയച്ചു എന്ന് പറഞ്ഞാൽ വലിയ കോലാഹലമുള്ള സമയമാണ്. ഞാൻ കേട്ടിട്ടുണ്ടാവില്ലേ? ഈ നേരിട്ട് എഴുത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഹൈദരാബാദിലുള്ളവർക്ക് കേരളത്തിൽ എഴുത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പണ്ട് കാലത്ത് ചില ആൾക്കാർ പറയുന്നത് കേട്ടാണ് കേട്ടോ, മേഘത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടില്ലേ? എങ്ങനെ ഭാവനയിക്കാം മേഘ സന്ദേശം കേട്ടില്ലേ? എനിക്ക് ഇങ്ങനെ മയൂര സന്ദേശം കഴുത്തിൽ കെട്ടിയിട്ട് മയിലിൻ്റെ കഴുത്തിൽ കെട്ടിയിട്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെ പലതുണ്ട്. പറയാം അന്നത്തെ കാലത്ത് ഒരു ലേഖനം കൊടുക്കുന്ന സമ്പ്രദായം എന്തുകൊണ്ട് ഈ രുക്മിണി ദേവി എഴുതി കൊടുത്തയച്ചു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. വിശ്വസിക്കുന്നവരുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ടോ കൊടുക്കുകയാണ്. അതിൽ എഴുതിയത് ഞാൻ കണ്ടു. എന്താണെന്നറിയോ? അതിൽ എഴുതിയിട്ടുള്ളത് മറ്റന്നാളാണ് വിവാഹം എഴുതിയിട്ടുണ്ട് ഈ പറയുന്ന ദിവസം. പക്ഷെ കൃഷ്ണനെ കാണുമ്പോഴേക്ക് വിവാഹം എങ്ങനെ മറ്റന്നാളായിരിക്കോ? ഒരു ദിവസം കഴിയും. നാളെയാണ് വിവാഹം. എഴുത്തും സംസാരിക്കുന്ന ഇത്തിരി വ്യത്യാസം വരും. അങ്ങനെ രഥമൊക്കെ തയ്യാറാക്കി ഇദ്ദേഹം രാവിലെ പോകുന്നു. വൈകുന്നേരം സൂര്യാസ്തമയത്തോടുകൂടി അവിടെ എത്തുന്നു. കാവൽക്കാരൊക്കെ ഉണ്ട്. എന്നാലും ധൈര്യത്തിൽ അങ്ങനെ പോകുന്ന സമയത്ത് വിദർഭി എന്നൊരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിയിച്ചു. ഭഗവാൻ മുകളിൽ നിന്നും ആ 7 നില മാളികയുണ്ട്. അതിലിപ്പോൾ താഴത്തെ നിലയും ആ സ്റ്റെപ്പുകളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ദ്വാരകയിൽ വെയിറ്റ് ദ്വാരകയിൽ കാണും. ആ മുറിയിൽ തന്നെയാണ് ഉണ്ടായത്. അപ്പോഴും വേഗം അതിൻ്റെ മുകളിലാണ്. നേരെ താഴെ എത്തി നല്ല നല്ല പടി കയറി അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാനാണ് മുന്നോട്ട് വരികയാണ്. അതിലൊരാൾ വന്നിട്ട് പറയുമ്പോൾ ബഹുമാനമാണ്. ഇത് ഈ എഴുത്ത് കണ്ടിട്ടൊന്നും ഇല്ല ഇപ്പോൾ ഭഗവാൻ. അപ്പോഴെ തന്നെ എന്താ നമസ്കാരം എവിടുന്നാ ബ്രാഹ്മണ എവിടുന്നാ വരുന്നത് ചോദിച്ചു. ഇപ്പോൾ വിദർഭയെന്നാണ്. ഓ എന്താ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. ഓ എന്താണ് സന്തോഷമല്ലേ, വരും നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്താ ആവശ്യം എന്ന് വെച്ചാൽ പറഞ്ഞത് ഞാനിത് നിറവേറ്റി തരുന്നു പറഞ്ഞു. ആ ഒരു വാക്ക് ഇനിയിപ്പം ഉറപ്പില്ല. ഇനി വേറെ ഒന്നുമില്ല. ശിശുപാലനൊന്നും വലിയ റോളൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഭഗവാൻ എന്താ പറഞ്ഞത്? എന്താഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹകാരിയായിട്ടല്ല, അങ്ങ് എന്തിനാണോ വന്നത് അത് ഞാൻ സാധിപ്പിച്ചു, ഞാനിത് ഇവിടെ എന്ന് പറഞ്ഞു. ഇതാണ് ഗുരുവായൂരപ്പൻ്റെ ഭാവം. നമ്മളോട് വിഷമിക്കുന്നവരോട് പ്രയാസം. മനോഹരേ ദുഃഖിക്കായിക സംശയം വേണ്ട ലേശവും കാട്ടിത്തരാതിരിക്കില്ല ഈ കൃഷ്ണൻ എന്തെങ്കിലും വഴി കാണിച്ച് കുറച്ച് താമസം ഉണ്ടാവും. പരീക്ഷിച്ച് അല്ലേ കുറച്ചൊന്നും എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കൊടുക്കാമെന്ന് പറയുന്ന സമ്പ്രദായം. ഒന്ന് നോക്കട്ടെ എന്ന് പറയും. ഒന്നും പരിശ്രമിക്കണ്ട. ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഇവിടെ ഇരുന്ന് സംസാരിക്കും. പറഞ്ഞു രുക്മിണിയുടെ വിവാഹം നാളെയാണ് കേട്ടോ. അപ്പോൾ ഏർപ്പാടുകളൊക്കെ ആയിട്ടുണ്ട്. അതിനിടയിൽ രുക്മിണി അച്ഛനൊക്കെ കൂടി എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വരികയാണ്. രുക്മിണി
ഇതൊക്കെ സമർപ്പിക്കാൻ പോകുന്നു. ഭഗവാനെ സമർപ്പിച്ചു. ഈ സമർപ്പിക്കലാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഭഗവാനെ മുന്നിൽ സമർപ്പിച്ചു. എന്താ പറഞ്ഞെന്നറിയോ? രുക്മിണിയുടെ സന്ദേശമാണ് നമ്മൾ പറഞ്ഞിട്ട്. രുക്മിണി സന്ദേശം എന്ന് പറയും. അപ്പോൾ ഭഗവാൻ എന്താ വേണ്ടത്? ഒന്നുകിൽ അങ്ങ് ഇരുന്നാൽ ഞാൻ പോയിട്ട് വായിച്ചിട്ട് വരാം, അല്ലെങ്കിൽ അങ്ങൊന്ന് മാറിക്കോളൂ, ഞാൻ വായിച്ചിട്ട് അങ്ങ് വന്നാൽ മതി. ഇങ്ങനെ പറയേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത്. ഇത് അങ്ങ് വായിക്കുന്നു. അല്ല, രുക്മിണി പറഞ്ഞത് ഞാൻ അതല്ല. നാളെ വിവാഹം ആവുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിയാത്തൊരു പുരുഷന് രഹസ്യമായിട്ട് ഒരാളുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തേക്കുകയും അത് രഹസ്യമായിട്ട് വായിക്കുകയും എന്നിട്ട് ദ്വാരകയുടെ അധിപതിയായിട്ടിരിക്കുകയും ചെയ്യുന്ന പരിപാടി എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് അന്നത്തെ ഭരണാധികാരിയായ കൃഷ്ണൻ പറഞ്ഞത്. ഇന്നോ 15 കൊല്ലം ചീത്ത നാട്ടുകാരെ മുഴുവൻ പറഞ്ഞിട്ടും ഉള്ള തോന്നിവാസം മുഴുവൻ കഴിച്ചാലും ഭരണത്തിന് ഒഴിഞ്ഞു പോകില്ലല്ലോ. ഇതാണ് അന്നത്തെ പാഠം, നമുക്കുള്ള പാഠം. എന്തെങ്കിലും ഒരു വിരോധം, രാമായണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ പലതരത്തിലും പരാതി പറയാറുണ്ട്. സീതയെ ഉപേക്ഷിച്ചു അല്ലേ? രാമൻ ആ രാജ്യത്തിലെ ജനങ്ങളുടെ മുഴുവനും സേവകനായിട്ട് ഭരണം നടത്തുന്ന ഭരണാധികാരിയാണ്. നാട്ടിലൊരാളെങ്കിലും ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് ആ ഭരണത്തിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയാണെന്ന് ആ തെറ്റ് തിരുത്തണം എന്നുള്ളത് കൃത്യമായിട്ട് ധർമ്മത്തിന്റെ മൂർത്തിമൽ ഭാവമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഭാവത്തിൽ കൃഷ്ണൻ പറഞ്ഞു. ഞാൻ വായിക്കാം, കൂട്ടി വായിക്കാം, അത്രയ്ക്ക് അറിയുമെന്ന് പറഞ്ഞു. അത് വായിക്കുന്ന രംഗമുണ്ട്. ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യകർണ വിവരേ ഹരതം ഗർദാപം രൂപം ദൃശം ദൃശിമതാമഖിലാർത്ഥലാപം ത്വയ്യച്യുതാ വിശദി ചിത്തമവത്രപം മേ. ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞു, അങ്ങയുടെ ഗുണഗണങ്ങൾ എൻ്റെ കർമ്മങ്ങളിലൂടെ കേട്ടിട്ട് ഭുവന സുന്ദര എന്ന് വിളിക്കുന്നത് ഇവിടെയാണ്. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരനായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ ഗുണഗണങ്ങൾ ശൃണ്വതാം കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ട് കർണവിവരേർഭരതോംഗതാപം എൻ്റെ അംഗതാപം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് മുഴുവനും അങ്ങയിലെത്തിയിരിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും മനസ്സിൽ ആ രൂപം എനിക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചിത്രം ചിത്തം എൻ്റെ മനസ്സ് അങ്ങയെ ആവേശിച്ചിരിക്കുന്നു. ഞാൻ ലജ്ജ കൂടാതെ പറയുന്നു ചിത്തം ആവിശതി അപത്രപം മേ. ഇതുപോലെയാണ് 7 ശ്ലോകങ്ങൾ. ഒരു ജീവിത പ്രാർത്ഥന കൂടിയാണിത്. ശരിക്കും അന്വയിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ട് എന്താ പറയുന്നത്? ഒരു വിവാഹപ്രായമായിട്ടുള്ള പെൺകുട്ടി എന്തൊക്കെയാണ് ആഗ്രഹിക്കുക? പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബക്കാരും എന്തൊക്കെ വിദ്യ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, താരുണ്യം കൊണ്ട്, മറ്റുള്ള ഓരോ ഗുണങ്ങൾ കൊണ്ടും വയസ്സുകൊണ്ടൊക്കെ ഇവൾക്ക് തുല്യമാകണമെന്ന് വിചാരിക്കില്ലേ ഒരു പുരുഷനെ? സാധാരണ അങ്ങനെയാണ് എല്ലാം. അതായത് മറ്റത് ഞാൻ വേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കും, ഇങ്ങനെ പറയാറില്ലേ നമ്മൾ? അങ്ങനെ പലതുകൊണ്ടും അനുകൂലനാവണമെന്ന് വിചാരിക്കും. എന്നാൽ അങ്ങേക്ക് തുല്യനായിട്ട് ലോകത്തിൽ ആരുമില്ല. കാലേ നൃസിംഹ നരലോകമനോഭിരാമം. നൃസിംഹം എന്ന് പറഞ്ഞാൽ നരസിംഹം എന്നാണ്. സംസ്കൃതത്തിൽ നരസിംഹം എന്ന് പറഞ്ഞാൽ നരസിംഹം. അപ്പോൾ എന്താ പറയുന്നത്? കാലേ നരസിംഹ പറഞ്ഞാൽ ഇങ്ങനെയാണ്. നരസിംഹം എടുത്താളും ഈ ഭഗവാനാണെന്ന് അർത്ഥം വന്നു. മാത്രമല്ല നരന്മാരിൽ സിംഹമാണെന്ന് ഉറപ്പിച്ചു ഭഗവാനെ. ഇതിലധികമൊന്നും പറയാൻ പറ്റില്ലല്ലോ. സിംഹമാണല്ലോ ഏറ്റവും കേമൻ. എന്നിട്ട് പറയുന്ന അടുത്തെന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മുന്നിൽ, സിംഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട ആഹാരമാണ് ഞാൻ, ഇരയാണ് ഞാൻ പറയാം. എന്തിനാ പറഞ്ഞെന്നറിയോ? സിംഹത്തിന്റെ മുന്നിൽ ഒരു ഇര സമർപ്പിച്ചിട്ട് ആഹാരപദാർത്ഥം സമർപ്പിച്ചു. എന്നിട്ട് ആ സിംഹം നോക്കിക്കൊണ്ടിരിക്കെ ഒരു കുറുക്കൻ തട്ടിക്കൊണ്ടുപോയാൽ അതിൻ്റെ കുറവ് ആർക്കാ ഭഗവാനെ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം ഒരു ചിഹ്നമായിട്ടുണ്ടെങ്കിൽ ഭഗവാന് വരണം അല്ലേ? വിവാഹം കഴിക്കണം. ഈ സിംഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ച രുക്മിണിയാകുന്നതിനെ ശിശുപാലനാകുന്ന കുറുക്കൻ തട്ടിക്കൊണ്ടുപോയാൽ അതിൻ്റെ കുറവ് ആർക്കെ? ഇരയ്ക്കാണോ? അല്ലല്ലോ. ആർക്കാണ്? സിംഹത്തിനാണ്. സംശയമില്ല. ഞാൻ വല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, ഗുരുക്കന്മാരെ ബന്ധിച്ചിരുന്നെങ്കിൽ, ദേവി കുലപരദേവതയെ ഇത്രയും കാലം ചെറിയ നാൾ മുതൽ പ്രാർത്ഥിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും നമസ്കരിക്കുകയും തീർത്ഥം പ്രസാദം സ്വീകരിക്കുകയും നാമം ജപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം മുഴുവനും എനിക്കിപ്പോൾ കിട്ടണം. എങ്ങനെ? പാണിം ഗൃഹാതുമേ നദമഘോഷസുതായുമ്യേ. ഈ ദമഘോഷസുതനാകുന്ന ഈ ശിശുപാലൻ കൈപിടിക്കാതെ അങ്ങനെ കൈപിടിക്കുകയാവണം ഞാൻ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ ഫലം. അതെനിക്ക് ഇപ്പോഴാണ് കിട്ടേണ്ടത്. അല്ല, നമ്മൾ ഈ കുറേ ചെറിയ കുട്ടികളാകുമ്പോൾ സൽക്കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിനാണ് ഭാവിയിലേക്ക്
ഇതിൻ്റെ മുഴുവൻ പുണ്യം നന്മയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഒരു നിമിഷം കൊണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കിട്ടണം. വിവാഹം ഇവിടെ വീണ്ടും പറയുന്നു മറ്റന്നാളെന്ന് എഴുത്ത് കൊടുത്തതുകൊണ്ട് അശ്വഭാവിനി മറ്റന്നാളെന്നാണ് അർത്ഥം. പക്ഷെ നാളെയായി എന്നാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അങ്ങ് എന്ത് ചെയ്യണം? സൈന്യങ്ങളോ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ആയിട്ട് എന്നെ സ്വീകരിക്കാൻ വിദർഭയിലേക്ക് എത്തിച്ചേരണം. നാളെയായി വിവാഹം. എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ചൈത്യ രാജാവ്, മറ്റേ ആൾ, മറിച്ചാള്, നരകാസുരൻ തുടങ്ങിയുള്ള ഉഗ്രന്മാരായിട്ടുള്ള രാജാക്കന്മാർ, അവരുടെ സൈന്യങ്ങളൊക്കെ ഏത് സമയത്തും തയ്യാറായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവരൊക്കെ എതിർക്കാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെ സൈന്യപരവുമായിട്ട് വന്ന് സ്വീകരിക്കണം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങിപ്പോലും പരിപാടിയൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു ഒരു വിധിപ്രകാരം ചെയ്താൽ മതി. അതെന്താ വിധി? മാം രാക്ഷസേന വിധുനോദ്വഹ ബീജശുൽക്കം. രാക്ഷസേന വിധി എന്ന് പറഞ്ഞിട്ടൊരു വിധിയുണ്ട്. അതായത് തനിക്ക് സമർപ്പിക്കപ്പെട്ട ഇരയെ എങ്ങനെ വിളിച്ചുകൊണ്ടുവരുന്നത്, മറ്റുള്ളവരെയൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് സിംഹം ഇല്ലേ, അല്ലെങ്കിൽ രാക്ഷസന്മാർ ഒരാളെ പിടിച്ചുകൊണ്ടുപോകാൻ തീരുമാനിച്ച അങ്ങനെയാണ്. അതുപോലെ വിധിപ്രകാരം എന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇനി എവിടുന്ന് എപ്പോഴും നമ്മൾ പറയുന്നല്ലോ, ഇന്നാണെങ്കിൽ ഇതൊന്നും പറയുന്നത്, അത് നമുക്ക് സമയമാകുമ്പോൾ ഞാൻ അല്ലേ സന്ദേശം അയക്കാം, വിളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ എളുപ്പത്തിലൊക്കെ സംഭവം നടക്കും. പക്ഷെ ഇത് നടന്നു പറ്റില്ല. അന്ന് ഈ എഴുത്തിൽ പറഞ്ഞിട്ടെങ്കിൽ സംഭവം നടക്കില്ല. എന്നിട്ട് പറഞ്ഞു ഞാൻ അന്ന് രാവിലെ വിവാഹമായി നാളെ രാവിലെ കുലപരദേവത ക്ഷേത്രത്തിൽ തൊഴുത് എന്നൊരു ചടങ്ങുണ്ട്. അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്നത്തെ പോലെയല്ല മാത്രം, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വീഡിയോ പിടിക്കാൻ പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. വീഡിയോ മുമ്പിൽ നിൽക്കുക, പൃഷ്ഠഭാഗത്ത് നിൽക്കുക, അതിൻ്റെ ഫോട്ടോ എടുക്കുക, അതൊന്നും അല്ല നഷ്ടം. അവരൊന്നും ഉണ്ടാവില്ല. കുറച്ച് തൊഴിമാരോടുകൂടി തൊഴുത് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ച് കൊട്ടാരത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് വെള്ളം പോലും കുടിക്കില്ല നഷ്ടം. രാവിലെ പോയിട്ട് പ്രാർത്ഥന കഴിക്കുക. കാരണം എനിക്ക് ജീവിതത്തിൽ അങ്ങോളം ധന്യത ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രാർത്ഥന അന്ന് രാവിലെ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോയിട്ട് പോകുമ്പോഴല്ല, തിരിച്ചു വരുന്ന സമയത്ത് അങ്ങേക്ക് എന്നെ സ്വീകരിക്കാം. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ ആ സമയത്ത്. ആ സമയത്ത് വഴിയിൽ എത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ കൊട്ടാരത്തിലേക്കായിരിക്കും. കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞാൽ രംഗം മുഴുവൻ മാറും. ഇനി അങ്ങ് വരണം. ഇനി വരുന്നില്ല എങ്കിൽ അങ്ങയുടെ പാദരജസ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വ്രതകരിശുദ്ധിയായിട്ട് ജലം പോലും കഴിക്കാതെ വ്രതകരിശുദ്ധിയായിട്ട് ജീവൻ ഉപേക്ഷിക്കും. വീണ്ടും ഞാൻ ജനിക്കും. ഇതിനു വേണ്ടിയിട്ട് അങ്ങയെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 100 ജന്മം കഴിഞ്ഞാലും നോൽമ്പു നോറ്റ് ഞാനീരിക്കും. ശതജന്മഭിസ്യൽ എന്ന് പറയാം. എത്ര ജന്മം കഴിഞ്ഞാലും ഞാൻ അങ്ങയെ ആഗ്രഹിച്ചുകൊണ്ട് വ്രതകരിശുദ്ധിയെ ജീവൻ ഉപേക്ഷിക്കും, വീണ്ടും കാത്തിരിക്കുന്നു പറയുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത്. ഇതങ്ങനെ കേട്ടതോടുകൂടി ചരണദാസി രുക്മിണി എന്നുണ്ട്. ചരണദാസി എന്നാണ് ഭഗവാന്റെ ദാസൻ, ഭക്തദാസ് എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ പറഞ്ഞില്ല, സ്വന്തമൊന്നും പറഞ്ഞില്ല, സ്വന്തമായിട്ടൊന്നും പറയാറുള്ളൂ. അതുകൊണ്ട് പറഞ്ഞില്ല. ചരണദാസി രുക്മിണി വായിച്ചു. അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഭഗവാനില്ലല്ലോ അല്ലേ. എല്ലാം കേട്ടു, മനസ്സിലായി. അപ്പോഴും തന്നെ അങ്ങ് ഇവിടെ ഇരിക്കുമല്ലോ പറഞ്ഞു. എപ്പോഴേക്ക് പഴങ്ങളും പൊയ്ക്കാനും പാലോ പക്ഷേ അതിന് മുമ്പ് മറ്റൊരു രംഗം വേണമെന്ന് നോക്കാം. ഈ ശിശുപാലൻ കൂടുതലൊന്നും പ്രാധാന്യമൊന്നുമില്ല. ശിശുപാലൻ്റെ വിധങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശിശുപാലൻ്റെ പുറംപൊഴിയോളം ഞാനുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ജരാസന്ധനും കൂടെയുണ്ട്. ഇവരുടെ കയ്യിൽ പെട്ടിയൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ എടുത്ത് വരുന്നു. മറ്റൊരു രാജ്യത്ത് നിന്ന് വരുന്നതല്ലേ. ഈ വന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ മുറ്റത്തൊക്കെ നിന്നപ്പോൾ സ്വീകരിക്കല്ലേ. സ്വീകരിക്കാൻ രാജാവിനും വിഷമമുണ്ടല്ലോ. പക്ഷേ വയസ്സായവരൊക്കെ മാറി വരുമ്പോൾ ഞാൻ തന്നെ അത് പോകുന്നു, സ്വീകരിക്കാൻ പോകുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ അലങ്കരിച്ച് മുല്ലപ്പൂ കൊണ്ട് അലങ്കരിച്ച് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു മുറി തയ്യാറാക്കി ഇതൊക്കെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. ഇത് തയ്യാറാക്കിയാളുണ്ടല്ലോ ഈ ക്ഷീണം കുറേ ദിവസമായി താക്കോല് കാണില്ല എന്ന് പറയുന്നത്. ഞാൻ അത്രയും ഓർമ്മിച്ച് കാര്യമായിട്ട് ഇവിടെ ഉണ്ട്, എല്ലാവരും പോയിട്ടില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞു. ഈ വന്നവരെ കാര്യം ഇങ്ങനെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മുറിയിലേക്ക് ഈ നമ്മുടെ ശിശുപാലനത്തിലാക്കി വാതിലൊക്കെ അടച്ചു നിന്നോളും. കാരണം രാവിലെ മുഹൂർത്തമായാൽ ഇന്ന് വിളിക്കാമെന്നതൊക്കെ കുറച്ച് സമയം ബാക്കിയില്ല. മുഹൂർത്തമാകുമ്പോഴേ ഇത് വരാൻ പാടുള്ളൂ. അതിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. അന്നത്തെ മുഹൂർത്തം നോക്കുന്ന സംഭവം അറിയാലോ. ഈ വാച്ച് ക്ലോക്കൊന്നുമില്ല. നിഴൽ അളന്നിട്ട് അടി അളന്നിട്ടാണ്. അടി അളക്കാറായ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തയ്യാറായി നിൽക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കാണ് ഭഗവാൻ കൃഷ്ണൻ എത്തുന്നത്. ഉടനെ ചെന്നിട്ട് ഓടിച്ചെന്ന് പറഞ്ഞു വന്നു കൃഷ്ണൻ. സന്തോഷമായി. ഈ രാജാവിനോടാണ് പറയുന്നത് കേട്ടോ, അവന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അതുകൊണ്ട് മുറിയിരിക്കട്ടെ ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾ ഓടി വന്നു. അതായത് ഇന്നലത്തെ താക്കോല് കാണാതായത് കിട്ടിയിട്ടോ വന്നു.
ഇപ്പോൾ മനസ്സിലായോ? ഇതാർക്കാണ് കിട്ടേണ്ടത്, കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുന്ന ബുദ്ധിയായി. അങ്ങനെ ആ മുറിയിൽ ഭഗവാൻ ഒഴിയിരിക്കുന്നു. രുക്മിണി ഇതൊന്നും അറിയുന്നില്ല. അവരുടെ ദിനചര്യകളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ദുഃഖിതയായി തോഴിമാരോട് കൂടിയിട്ട് അധികം ആടയാഭരണങ്ങളൊന്നും ധരിക്കാതെ തന്നെ അങ്ങനെ തന്നെ സുന്ദരിയാണല്ലോ. അങ്ങനെ രുക്മിണി പാർവതി ക്ഷേത്രത്തിലേക്ക് എത്തി അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ലിംഗമാണ്. നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചു. നമസ്തേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുധം ശിവാം ഭൂയൽപതിർമേ ഭഗവാൻ കൃഷ്ണസ്തനമോദതാം. ഇതൊരു വലിയ പ്രാർത്ഥനയാണ്. വേണ്ടവർക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴല്ല, എപ്പോഴും പ്രാർത്ഥിക്കാം. എന്താണ്? ശ്രീകൃഷ്ണൻ എനിക്ക് അനുകൂലമായിട്ട് വരാൻ അമ്മ അനുഗ്രഹിക്കണം. ആ സ്വയംവര പാർവതിയായ ദേവിയോട് പ്രാർത്ഥിച്ചു. തീർത്ഥവും പ്രസാദമൊക്കെ വാങ്ങി ഗുരുവിൻ്റെ അനുഗ്രഹം കൊടുത്ത തിരുമേനിണ്ട്. അനുഗ്രഹം പ്രദർശനം ദേവി ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് പ്രകാരം 4 പ്രദർശനമൊക്കെ ചെയ്ത് അങ്ങനെ വിധിപ്രകാരം പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവരുടെ ആളുകളൊക്കെ വഴിയിൽ കാണാൻ നിൽക്കുന്നത് ജനങ്ങൾക്ക് ഇവരുടെ അനുഗ്രഹം അറിയില്ല. അവരൊക്കെ ഈ രുക്മിണി തമ്പുരാട്ടിയെ കാണണമെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഈ തിരക്കിനിടയിൽ ആരൊക്കെ ഒന്നുമെന്നറിയില്ല. കൃഷ്ണനും ഒന്നത്ര ഒരു ഭാഗത്ത് നിന്ന് നിൽക്കുന്നുണ്ട്, പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദേവി വരുന്ന ഒരു വരവൊക്കെ നമ്മൾ എന്താ പറയുക, ലളിതാസഹസ്രനാമത്തിലുള്ള രംഗമാണത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചിഞ്ചാന മണിമഞ്ജീര പണ്ഡിത ശ്രീപദാംബുജ മലയാളി മന്ദഗമനാമഹാരാവണ്യസേവതി സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിത കൃഷ്ണകാമേശ്വരാംഗസ്ഥ കൃഷ്ണ സ്വാധീനവല്ലഭ. ചെറിയൊരു മാറ്റമുണ്ട്. കൃഷ്ണൻ കാമിക്കുന്ന അംഗലാവണ്യത്തോടുകൂടിയ ആ കൃഷ്ണ ആ മെല്ലമെല്ലായിരുന്നു. ഇങ്ങനെ നോക്കാം. ഇവിടുന്ന് പോയ കൊട്ടാരത്തിൻ്റെ പറമ്പിലേക്ക് എത്തി. വന്നിട്ടില്ലെങ്കിൽ ഇവിടുന്ന് വന്നിട്ടില്ലെങ്കിൽ ഒന്നുമില്ല. നമുക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അങ്ങനത്തെ ആവശ്യമല്ലേ, അവർക്കങ്ങനെ നോക്കാൻ പറ്റില്ല. പക്ഷെ അതിനിടയിൽ ഒരു ചെറിയൊരു തന്ത്രം സൂത്രം എടുത്തു പറഞ്ഞു. ഇവിടെ ഈ കുറച്ച് മുടിയുണ്ട്, ഈ മൂലയ്ക്ക് ഉണ്ടാവും. അളകെന്നാണ് ഇതിൻ്റെ പേര്. അത്ര അറിയില്ല കേട്ടോ, അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഇവിടെ കണ്ണിലേക്ക് വീണതാണോ വീഴ്ത്തിയതാണോ എന്നല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. കണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നീക്കുന്നവനും നരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയല്ലേ അച്യുതം സാ. ഇതിനിടയിലൂടെ ഭഗവാൻ കവിതയുള്ള സൂത്രമൊക്കെ ഉണ്ടായിട്ടുള്ള വണ്ടികളൊക്കെ കേട്ടോ. അങ്ങനെ അതോടുകൂടിയിട്ട് ഭഗവാൻ രഥം മുന്നോട്ട് വെച്ചു, കൈ പിടിച്ച് കയറ്റി. ഏതുപോലെ കുറുക്കൻ തട്ടിക്കൊണ്ടുപോകാതെ സിംഹത്തിൻ്റെ ഇരയെ പിടിക്കുന്ന പോലെ. ഇതങ്ങനെ ഇതൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആളുണ്ടല്ലോ. അപ്പോഴത്തന്നെ വിവരം അറിയിച്ചു. അവൻ്റെ കഥ കഴിച്ച് അവനെ ഞാൻ കൊന്നിട്ട് ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമ്മുടെ രുക്മി ഓടിക്കൊണ്ടുവരുന്നത്. വാളക്കെടുത്തിട്ടാണ് വരുന്നത്. അവിടെ എപ്പോഴും അടിപിടി തുടങ്ങി കഴിഞ്ഞു. ആ അടിപിടി ആരാണെന്നറിയോ? ദശരാമട്ടൻ നേരത്തെ അവിടെ തയ്യാറായിട്ടുണ്ടായിരുന്നു. ഒരു മുഴം മുമ്പേ തന്നെ എത്തിയിട്ട് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു. ജരാസന്ധൻ എന്താ പറഞ്ഞത്, പുറംപൊളിയോളം ഞാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുറം ആദ്യം പൊളിഞ്ഞു. പിന്നെ ദണ്ഡവർക്കം വിദൂരത്തിനൊക്കെ കിട്ടി. അവിടുന്ന് അവരൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ കൃഷ്ണൻ എന്താ പരിപാടി എന്നറിയോ? ഈ രുക്മി കൊല്ലാനായിട്ട് വന്നല്ലോ. രഥത്തിലേക്ക് അങ്ങനെ ചാടിക്കയറി എത്ര കൊല്ലാൻ വേണ്ടി. അപ്പോഴും ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഈ രുക്മിയുടെ കഴുത്തിലുള്ള ഉത്തരിയെ കൊണ്ട് രഥത്തിൻ്റെ തൂണിൽ പിടിച്ചവിടെ കെട്ടിയിട്ട് വാളൂടിയിട്ട് വെട്ടാൻ ഭാവിക്കുകയാണ്. അപ്പോൾ രുക്മിണി കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഈ ഇതൊരു സൽക്കർമ്മമല്ലേ, ഈ സമയത്ത് ചെയ്യരുത്, വെറുതെ വിടുമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ വിചാരിച്ചു വെറുതെ വിട്ടേക്കാം. രുക്മിണിയുടെ ആഗ്രഹം ആദ്യമായിട്ടൊരു അപേക്ഷയെ വിചാരിച്ചു. പക്ഷെ വീരന്മാരി വാളെടുത്താലും അതൊക്കെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോഴാണ് ഈ ഭാഗത്ത് ഈ വാള് കൊണ്ട് മുടി പകുതി ഭാഗത്ത് ചെത്തി കൊടുത്തു. അപ്പം ഇദ്ദേഹത്തിന് വീശിയുണ്ടായി. മറ്റേ ഭാഗത്ത് വീശി ചെത്തി കൊടുത്തു. എന്തിനാണ് സഹോദരിയുടെ കല്യാണത്തിന് ചെത്തി വേഷാവണ്ടേ സഹോദരൻ? അങ്ങനെയാണെന്ന് തോന്നുന്നു, അറിയില്ല. ഏതായാലും ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് കണ്ടു കല്യാണമുണ്ട്. അപ്പോഴെത്തി എന്നിട്ട് പറഞ്ഞു, ഈ പണിയെടുക്കാൻ നമുക്ക് വേറെ ആളുകൾ എന്താ കൃഷ്ണ വിടുമെന്ന് പറഞ്ഞു. ആ കെട്ട് അഴിച്ചിട്ടല്ല വിട്ടത്, കെട്ടിങ്ങനെ നിൽക്കുന്നു. ബാക്കി രഥത്തിലുണ്ട് വിട്ടു. എവിടെയും പോകാൻ പറ്റില്ല. രഥം ഇങ്ങനെ വിട്ടു പോകുമ്പോൾ ആ ചക്രത്തിന് കുടുങ്ങിക്കൊണ്ടൊക്കെ ഇങ്ങനെ വെരിഞ്ഞു പോവുകയാണ്. അപ്പോൾ പറഞ്ഞ എന്തോ കുടുക്കിയതാണല്ലോ. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ സമയത്താണ് ബലരാമേട്ടൻ ആ രഥത്തിൽ കയറി എന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ കൃഷ്ണൻ്റെ വിവാഹം നാളെ വിധിപ്രകാരം വിധിപത് ദ്വാരകയിൽ വെച്ച് പണ്ഡിറ്റ്ജികളുടെ നേതൃത്വത്തിൽ, പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ വിധിപ്രകാരം നടക്കുന്നു. പെട്ടെന്നായി പോയി തീരുമാനം. അതുകൊണ്ട് ഇത് ക്ഷണമായിട്ട് സ്വീകരിക്കണം, എല്ലാവരും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. കയ്യിൽ ഒറ്റയൊരു സാധനം ഇരുമ്പലൊക്കെ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ പിടിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. കൃഷ്ണനോട് പറഞ്ഞു, ഇനി അടങ്ങി ഒതുങ്ങി നിന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും പറഞ്ഞു. അവിടുത്തെ ഒരു രംഗം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? പോയിട്ട് വാതിലിന് കിട്ടി. എന്താണെന്നറിയോ? ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടുണ്ട്. മുഹൂർത്തമായാൽ അടി ആൾക്കാരായാൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കൊണ്ടിട്ട് ആൾക്കാരനാടിയൊക്കെ നോക്കിക്കൊണ്ടിട്ട് ഇപ്പോൾ വിളിക്കുന്നു കുറച്ച് വൈകിപ്പോയി തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്.
വാതിൽ മുട്ടിയൊക്കെ തുറന്നു. അയ്യോ സമയമായിരുന്നു ചോദിച്ചു. ഈ പുറപ്പെടാമെന്ന്. എങ്ങനെ ഈ ഉത്തരം തലയിൽ ഇട്ടിട്ട് പുറപ്പെടണം? അതെന്താ? രുക്മിണിയുടെ കല്യാണം കഴിഞ്ഞാലാ അതൊരാണ് കുട്ടികളൊക്കെ പറയാൻ പറ്റുള്ളൂ. അടിയാൾക്കാരായ ചോദിച്ചപ്പോഴാണ് ജരാസന്ധനൊക്കെ മാറ്റിയിട്ട് കാണിച്ചു കൊടുത്ത് പോകണം. അടിയിലേക്ക് അടയാളമുണ്ട്, പാടില്ല അന്നൊന്നും വേറെ രക്ഷയില്ലാന്ന്. ദേഹം പോലെ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നു. ഇതുവഴി ഒരു വഴിയുണ്ട് പുറത്തേക്ക്. വലിയ അടികൊള്ളാതെ രക്ഷപ്പെടാൻ പറ്റുന്നത് രക്ഷപ്പെടാൻ പോകുന്നത് ഇവരെ തൽക്കാലം രക്ഷപ്പെടുത്തിക്കൊണ്ട് ശിശുപാലവധം നമ്മൾ അറിഞ്ഞില്ലാന്ന് പറയുന്നു. ഏതായാലും വിധിപ്രകാരം ഇനി കൂടുതലൊന്നും പറയാനില്ല. വിധിപ്രകാരം ദ്വാരകയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും തമ്മിലുള്ള വിവാഹം ഭംഗിയായിട്ട് കലാശിച്ചു. ആ ഭഗവാന്റെ മുന്നിൽ ഇതൊന്നുമില്ല, പറയുന്ന നിർത്തില്ലേ, പറയുന്നവർക്ക് ഇപ്പോഴും പറയണ്ട, പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ കൃഷ്ണ ഗോവിന്ദ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ. കല്ലുവേണോ നീല നിറ പോലും നല്ല കല്ലുവേണോ കല്ലുവേണോ ദേവകി തഞ്ജനരമത്തിൽ നിന്നോദിച്ച ദേവകൾക്കും മോഹമേക്കും കല്ലുവേണമോ. ഇന്ദ്രനീലമണി വന്ന ലക്ഷ്മി ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ഇംഗിണി പദകമല ദേവ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷ സ്ഥലവര ഉപലയദള നീല ദേവ ജയ ജയ ഭാഗവത ജയ ജയ. ഭാഗവത കരിനവനീതകര കൃഷ്ണ കരുണീ തീർത്ഥകര ജയ ബാലയ ദാമോദര ഹരി തുളസീതാമദര ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ഗോവർദ്ധന ധരണ കൃഷ്ണ ഗോപീ ജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുഭജന ദേവ ജയ ജയ ഭാഗവത ജയ ജയ. ജയ ജയ ഭാഗവത.
ഭാഗവത പൂന്താന പ്രിയകേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദസരോജനിക ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത कृष्णा जय जगदीश हरे जय गुरु मारुत मंदिर नाथ जय जगदीश हरे जय जगदीश हरे जय 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 भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवत सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद हरे राम नारायण हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे राम 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 हरे 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 कृष्ण 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 हरे हरे राधा रमण मुकुंद मुरारे शरणं मे नवकर्णयुगं देवी महेश्वरी पार्वती शंकरी शरणं मे नवकर्णयुगं भवनपुरे राधा कृष्ण शरणं मे नवकर्णयुगं गोधनकर साम्ब सदा शिव शरणं मे नवकर्णयुगं शंकर बाला वन्नय्यप्प शरणं मे नवकर्णयुगं राधा कृष्ण मुकुंद मुरारे शरणं मे तव शरणयुगं सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद അധികം വൈകാതെ രുക്മിണീശ്വരം ഭംഗിയായിട്ട് സമർപ്പിച്ചു.